അപ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതപരമായ ആചാരവും ചടങ്ങുമാണ് ഈ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെത്തി ഗംഗാജലം ശേഖരിച്ചുകൊണ്ട് ഈ തിരിച്ചു പോകുന്ന ഈ ശിവപ്രതിഷ്ഠകളിൽ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ ഈ ചടങ്ങിന് 200 കിലോമീറ്ററിലധികം യാത്രയുണ്ട്. അപ്പോൾ യാത്ര കടന്നു പോകുന്ന വഴികളിലേക്ക് കച്ചവടക്കാർ അവരുടെ പേര് വിവരം ബോർഡിൽ എഴുതി വെക്കണമെന്ന് മുസഫർ നഗർ പോലീസ് ആദ്യം ഒരു തീരുമാനമെടുക്കുന്നു UP-യിൽ. അത് പിന്നീട് ഉത്തരാഖണ്ഡിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ അതൊരു തീരുമാനമായി വരുന്നു. സ്വാഭാവികമായും അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്നു. മതസ്പർദ്ധ വളർത്താനുള്ള നീക്കമാണെന്ന് പറയുന്നു. അസദുദ്ദീൻ ഉവൈസി പറയുന്നു ഇത് മുസ്ലിം കച്ചവടക്കാരെ നശിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് പറയുന്നു. ആ നിലക്ക് അതൊരു വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിലും അത് പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്താൻ പോകുന്നു. അപ്പോൾ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട വിവാദം അതിൻ്റെ ഒരു പരിണിതി എന്തായിരിക്കും, അത് ഏതെല്ലാം നിലക്കുള്ള ഒരു വിവാദങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. നിഷാദ്, ഇത് പ്രതിപക്ഷത്തിന് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ കോൺഗ്രസ് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നതിന് പിന്നിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കുണ്ടായിരുന്നു. ദുഷ്ടലാക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിന് കീഴിൽ ഇത്തരം മതനിരപേക്ഷ ആശയത്തിന് മേലെ കൂടി നിയമങ്ങൾ വരുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ഇത്തരം സർക്കാർ ഉത്തരവുകൾ ഇറങ്ങുക എന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരം വിചിത്രമായ ഉത്തരവ്? അതായത് ആരാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണ് കച്ചവടം നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഒന്നാണിത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കറിയിൽ ഉള്ളി കണ്ടു എന്ന് പറഞ്ഞൊരു കടയടിച്ച് നശിപ്പിച്ചത് തീർത്ഥാടകർ. അപ്പോൾ ഈ തരത്തിൽ വലിയ തോതിൽ വയലൻസിന് കാരണമായേക്കാവുന്ന ഒരുതരം നായ്ച്ചൂളം എന്നൊക്കെ പറയുന്നതിന് ഡോഗ് വീസിൽ. അപ്പോൾ ആളുകൾക്ക് ഇത് കൊടുക്കുകയാണ്, ഈ കടയുടെ ഉടമസ്ഥൻ ആരാണ്, ഇവിടെ വയ്ക്കുന്നത് എന്താണ്. അപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആഘോഷ പരിപാടികളെടുത്താൽ അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിനകത്തുള്ള ഒരു കൂട്ടം ആളുകൾ ആ ആഘോഷത്തെ മറ്റുള്ള ആളുകളുടെ പ്രോപ്പർട്ടീസ് ആക്രമിക്കാനും അവരുടെ ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ വലിയ തോതിലുള്ള ഗുണ്ടായിസം കാണിക്കാനുള്ള അവസരമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് ആളുകളുടെ ഈ ഉടമസ്ഥരുടെ പേരെഴുതി വയ്ക്കുക എന്ന് പറയുന്ന പരിപാടി. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഇത്തരം സംഗതികൾ, കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇത്തരം പണികൾ യോഗി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം നമുക്ക് കണ്ടത് അവരുടെ ഉത്തർപ്രദേശിലെ BJPക്ക് അകത്തുണ്ടായിരിക്കുന്ന വലിയ ഒരു സ്പ്ലിറ്റാണ്. അത് ഇന്ന് നാഷണൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടാണ്. ഉത്തർപ്രദേശാണ് BJP അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി കണ്ട സംസ്ഥാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന സീറ്റ് പാതിയായി കുറഞ്ഞുപോയി. ഉത്തർപ്രദേശിലെ ആ നഷ്ടമാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് ഇപ്പോഴും വിരിയാത്ത ചിരിയുടെ കാരണം. നരേന്ദ്രമോദി പഴയതുപോലെ ഒട്ടും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നേതാവായിട്ടല്ല നമ്മളിപ്പോൾ കാണുന്നത്, അദ്ദേഹത്തെ ആണോ അല്ല. പക്ഷേ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് മോദി അന്ന് വൈകുന്നേരം പ്രവർത്തകരെ അഭിസംബോധനയോട് സംസാരിക്കുമ്പോൾ ജയ് ശ്രീറാം വിളിക്കാതിരുന്നത്. കാരണം അവിടെ അത്രയും സീറ്റിൽ തോറ്റുപോയി. ഫൈസാബാദിലടക്കം രാമക്ഷേത്രം നിർമ്മിച്ചെടുത്ത് മോദി മത്സരിക്കാൻ ആഗ്രഹിച്ച സ്ഥലമെന്ന് ഓർക്കണം, അവിടെ തോറ്റുപോയി. അപ്പോൾ ആ തോൽവിയുടെ കാരണം അന്വേഷിക്കുമ്പോൾ ആ കാരണം അന്വേഷിച്ചു പോകുന്ന BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകൾ യോഗി ആദിത്യനാഥിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. ഓക്കെ, ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ തുറന്ന വിമർശനം ഉന്നയിക്കാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹം നേരിട്ട് പോയി അമിത്ഷായെ കാണുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സർക്കാരല്ല, സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന എന്ന് പറയുകയാണ്. അപ്പോൾ സർക്കാരിന് തലപ്പത്തിരിക്കുന്ന ആരാണ്? യോഗി ആദിത്യനാഥാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിന് നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ 61 സീറ്റുകളെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം, അവിടുത്തെ സർക്കാരിനുണ്ടായിരിക്കുന്ന അവിശ്വാസം, ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയും ആളുകൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുന്നു. ഫൈനലി യോഗി ആദിത്യനാഥിനെതിരെ തൽക്കാലം നടപടിയൊന്നും വേണ്ട, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കാൻ പോകുന്നു. ഇപ്പോൾ സർക്കാരിനകത്ത് ചില അഴിച്ചുപണികൾ, സംഘടനാ തലത്തിൽ ചില ജാതി പരിഗണിച്ചുകൊണ്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി മാനേജ് ചെയ്യാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ തോൽവി 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അനിഷേധ്യരായ, അജയ്യരായ, ചോദ്യം ചെയ്യപ്പെടാത്ത 2 നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഇപ്പോൾ യോഗിയുടെ കാര്യം എടുത്താൽ യോഗി ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു. ആ യോഗിയോട് അവിടുത്തെ ഘടകകക്ഷി നേതാക്കൾ, ഇപ്പോൾ നിഷാദ് പാർട്ടിയുടെയൊക്കെ നേതാക്കൾ ഈ ബുൾഡോസർ രാജാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് അഭിപ്രായം പറഞ്ഞു. പാർട്ടിക്കകത്ത് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. മോദിയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ, മോദി ദുർബലപ്പെടുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ആരും തയ്യാറായി വന്നിട്ടെങ്കിലും മോദി ദുർബലനാണ്. ഈ സാഹചര്യത്തെ ഉത്തർപ്രദേശ് BJPക്കകത്തെ പൊട്ടിത്തെറികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉണ്ടായി വരുന്ന വാർത്തകളെ, തലക്കെട്ടുകളെ മാറ്റണം. അതിനുവേണ്ടിയാണ് ഇത്. ഓഫ് കോഴ്സ് ഇതൊക്കെ യോഗി ആദിത്യനാഥിൻ്റെയും സംഘ് പരിവാറിൻ്റെയും BJPയുടെയും പരിപാടികളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം എല്ലാ തരത്തിലുള്ള പിൽഗ്രിമേജുകളായാലും ആഘോഷങ്ങളായാലും എങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഉപയോഗിക്കാമെന്ന് പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് അത്ഭുതമൊന്നുമില്ല, പുതിയ സംഗതിയല്ല. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉത്തർപ്രദേശിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPക്കകത്തുണ്ടായിട്ടുള്ള പൊട്ടലും ചീറ്റുകളും ശ്രദ്ധ തിരിക്കുക,
ഒപ്പം കൂടുതൽ വർഗീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഫാൻ ബേസിനെ, തൻ്റെ ആരാധക വൃന്ദത്തെ, തൻ്റെ വോട്ട് ബേസിനെ, ഹിന്ദുത്വ രാഷ്ട്രീയ ഭൂമികയെ കുറച്ചുകൂടെ തീപിടിപ്പിക്കുക. അതിന് സബ്ജക്റ്റുകൾ ആവശ്യമുണ്ട്. അതായത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് വൈകാരികമായ മതാവേശത്തിലേക്ക് ഇതിനെ മാറ്റിപ്പണിയണം. എപ്പോഴും BJP ആലോചിക്കാറുള്ള കാര്യമാണ്. അതാണിപ്പോൾ സത്യത്തിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ചെയ്യാൻ ശ്രമിച്ചത്. സുപ്രീം കോടതി അതിനെ തടയിട്ടിട്ടുണ്ട്. ഇത്തരം സംഗതികളുടെ എല്ലാം തുടർച്ചയ്ക്ക് സുപ്രീം കോടതി തടയിടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇത്തരം കടകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും, ഇപ്പോൾ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ നമുക്കറിയാം, ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ പറഞ്ഞ കേട്ടൊന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പട്ടിക ഉണ്ടായിരുന്നതാണ്. ഓരോ സ്ഥാപനങ്ങൾ ആരുടേത്, ഓരോ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, ഓരോ വീടുകൾ ആരുടേത് പട്ടിക വെച്ചായിരുന്നു ആക്രമണം, ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് സംഘ് പരിവാറിനെ സംബന്ധിച്ച് ഇത് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത് അവർ വേറൊരു കാര്യമാണ്. അല്ലാതെ അവർക്കറിയാം എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള കാര്യം. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസണായിട്ട് എനിക്ക് തോന്നുന്നത് UPയിലെ സിറ്റുവേഷൻ ഒന്ന് മാറ്റുക, പ്രവർത്തകർക്ക് വേറെ വിഷയം ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കോടതി ഇടപെട്ടു, സന്തോഷമുള്ള കാര്യമാണ്. എത്ര വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമെന്നാണ്. നൗഫൽ, പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്. പ്രതിപക്ഷത്തിനൊരു ആയുധമാണ്. അതിനപ്പുറത്തേക്ക് അവർ ഉത്തരവാദിത്തപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പ്രതിപക്ഷത്തിന്? ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് കോഴിക്കോട് വന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിന്നെ ഈ സീറ്റ് കുറഞ്ഞതുകൊണ്ട് മോദി മയപ്പെടുമെന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല. കഴിഞ്ഞ 2 തവണത്തേക്കാളും ഭീകരമായ രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഭരണവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ സൂചകങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ഉത്തരവ് വന്നിട്ട് ഏകദേശം 5 ദിവസത്തിലധികമായിട്ടില്ലേ. ഇതുവരെയും കേന്ദ്രത്തിന് ആ വിഷയത്തിൽ ഇടപെടാനേ പറ്റിയിട്ടില്ല, ഇടപെടാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ഇത് കേന്ദ്രം അറിയാതെ യോഗി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഈ നിഷാദ് പറഞ്ഞ പോലെ ഇതൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ സുപ്രീം കോടതി ഒരു സ്റ്റേ വന്നു എന്നുള്ളത് കൊണ്ട് അല്പം ആശ്വസിക്കാം. കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിലൊക്കെ നമ്മുടെ കേരളത്തിലെ MP-മാരടക്കം ഇക്കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത് പറയാനുള്ളൊരു വേദി കിട്ടുന്നു, പറയാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ ഇക്കാലത്തെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു ആശ്വാസകരമായ സംഗതിയാണ്. ജോൺ ബ്രിട്ടാസ് ആയാലും E.T. മുഹമ്മദ് ബഷീർ ആയാലും NK പ്രേമചന്ദ്രനൊക്കെ ആയാലും ഈ വിഷയം ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്തു, റേസ് ചെയ്യാൻ അവർക്ക് പറ്റി. അത് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുസാഫറാബാദിൽ അവർ നടത്തിയ പ്രതിഷേധം അത് വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ കടകൾക്ക് മുന്നിൽ മൊഹബ്ബത്ത് കി ദുക്കാൻ എന്ന് പറയുന്ന പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പല കടകൾക്ക് മുന്നിലും. അതായത് ഈ പേരൊട്ടിക്കാതെ മൊഹബ്ബത്ത് കി ദുക്കാൻ എന്ന് മാത്രം ഒട്ടിച്ച് ഇവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ആസിഫ് അലി ആണല്ലോ ഇപ്പോഴത്തെ താരം. ആസിഫ് അലിയുടെ ഒരു അഭിമുഖം ഞാനൊരു മാധ്യമത്തിൽ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പിന്നെ നബിദിന റാലി കടന്നു പോകുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് അവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ള വാർത്ത ആഘോഷിക്കപ്പെടുന്ന കാലമാണിത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് തോന്നുന്നത്. കാരണം ഇത് പണ്ട് കാലത്ത് സാധാരണ നടന്നിരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇങ്ങനൊരു സംഗതി നടക്കുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പറ്റേ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും ഈ പറയുന്ന മുസാഫർ നഗർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കാവടി യാത്രയൊക്കെ പണ്ട് പോയിരുന്ന സമയത്ത് മറ്റ് മതസ്ഥർ പുഷ്പവൃഷ്ടി വരെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന, സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഒരു തീർത്ഥാടന യാത്ര, ഈ യാത്രയ്ക്കാണ് ഇത്തരത്തിൽ ഈ മറ്റ് മതങ്ങളെ ശത്രുക്കളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കണം. ഇതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുത്ത അതുപോലെ തന്നെ വീണ്ടും മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ആശ്വാസകരമാണ്. ഒപ്പം പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്തപൂർണ്ണമായ ഇടപെടൽ വിഷയത്തിൽ നടത്തേണ്ടതുമാണ്. അത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയുമാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.